ഒരിക്കൽ ഒരു കുഞ്ഞ് അച്ഛനോട് ചോദിച്ചു, അച്ഛ, മനുഷ്യനെങ്ങനെയുണ്ടായി? അച്ഛൻ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, മോനെ, ഈ ലോകവും ജീവജാലങ്ങളും ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. അത് കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഒരു അത്ഭുത യാത്രയുടെ ഫലമാണ്. ആദ്യം ഉണ്ടായിരുന്നത് പ്രകൃതിയിലെ സൂക്ഷ്മ കണങ്ങളായിരുന്നു. അവ ചേർന്ന് അണുക്കളായി, തന്മാത്രകളായി. പിന്നീട് അവയിൽ നിന്നും ആദ്യത്തെ ജീവകോശങ്ങൾ രൂപപ്പെട്ടു. ആ ചെറിയ കോശങ്ങളിൽ നിന്ന് ഏകകോശ ജീവികളും പിന്നീട് ബഹുകോശ ജീവികളും ജനിച്ചു. കാലം കടന്നുപോയി. സമുദ്രങ്ങളിൽ ജീവൻ വിരിഞ്ഞു. ചില ജീവികൾ കരയിലേക്ക് വന്നു. പ്രകൃതി അവയെ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയങ്ങ് മറിച്ചു. അങ്ങനെ അനേകം ജീവിവർഗങ്ങൾ ജനിച്ചു. ഒടുവിൽ ചിന്തിക്കാനും സ്നേഹിക്കാനും പഠിക്കാനും സൃഷ്ടിക്കാനും കഴിയുന്ന മനുഷ്യൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അച്ഛനൊന്ന് നിർത്തി. അതിനുശേഷം കുട്ടിയോട് പറഞ്ഞു, പക്ഷെ മോനെ, ഇവിടെ കഥ അവസാനിക്കുന്നില്ല. മനുഷ്യനായി ജനിക്കുന്നത് പരിണാമത്തിന്റെ അവസാനമല്ല, യഥാർത്ഥ തുടക്കമാണ്. ഇതുവരെ നടന്നത് ശരീരത്തിന്റെ പരിണാമമായിരുന്നു. അതിന് പ്രകൃതിയുടെ നിയമങ്ങൾ മതി. എന്നാൽ മനുഷ്യനിലെത്തിയ ശേഷം ആരംഭിക്കുന്നത് മറ്റൊരു യാത്രയാണ്. അത് മനസ്സിന്റെ യാത്രയാണ്, ബോധത്തിന്റെ യാത്രയാണ്, ആത്മാവിന്റെ യാത്രയാണ്. സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്കുള്ള യാത്രയാണ്. കോപത്തിൽ നിന്ന് കരുണയിലേക്കുള്ള യാത്രയാണ്. അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള യാത്രയാണ്. അറിവിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ്. ഞാനെന്ന ചിന്തയിൽ നിന്നും നാം എന്ന ബോധത്തിലേക്കുള്ള യാത്രയാണ്. ഇങ്ങനെയുള്ള ഓരോ ചുവടുവെപ്പും മനുഷ്യനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു. ശരീരത്തിന്റെ വളർച്ച പ്രകൃതി നൽകുന്നുവെന്നാൽ ആത്മാവിന്റെ വളർച്ച മനുഷ്യൻ സ്വയം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴിയാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുന്നത്, മനുഷ്യനായി ജനിക്കുക മഹാഭാഗ്യമാണ്. എന്നാൽ യഥാർത്ഥ മനുഷ്യനായി വളരുക അതിലും വലിയ ഭാഗ്യമാണ്. അതുതന്നെയാണ് മനുഷ്യ പരിണാമത്തിന്റെ അടുത്ത ഘട്ടം. അതുതന്നെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അച്ഛൻ വീണ്ടും കുട്ടിയെ നോക്കി പറഞ്ഞു, മുന്നേ പ്രകൃതി മനുഷ്യനെ ഇവിടെ വരെ എത്തിച്ചു. പക്ഷേ മനുഷ്യനെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ പ്രകൃതിക്ക് കഴിയില്ല. കുഞ്ഞ് അത്ഭുതത്തോട് ചോദിച്ചു, പിന്നെ ആരാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്? അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാടൊറ്റയ്ക്ക് കടക്കാൻ നോക്കിയാൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ കാട്ടിലെ ഓരോ വഴിയും അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ യാത്ര എളുപ്പമാകും, സുരക്ഷിതവുമാകും. ആത്മീയ യാത്രയും മോനെ അങ്ങനെ തന്നെയാണ്. പുസ്തകങ്ങളൊക്കെ വായിക്കാം, പ്രഭാഷണങ്ങൾ കേൾക്കാം, തത്വചിന്തകൾ പഠിക്കാം. അവയെല്ലാം വഴി കാണിക്കുന്ന ഭൂപടം പോലെയാണ്. പക്ഷേ അതുമാത്രം കയ്യിലുണ്ടെന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. വഴിയറിയുന്ന ഒരാൾ കൂടെ ഉണ്ടാകണം. ആ വഴികാട്ടിയാണ് ഗുരു. ഗുരു ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്നില്ല, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രകാശത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സംശയങ്ങളെ തെളിച്ചമാക്കുന്നു, അഹങ്കാരത്തെ വിനയമാക്കുന്നു, ഭയത്തെ വിശ്വാസമാക്കുന്നു, അറിവിനെ അനുഭവമാക്കുന്നു. അങ്ങനെ പതിയെ പതിയെ മനുഷ്യൻ പുറം ലോകത്തെ ജയിക്കുന്നതിലും വലിയൊരു വിജയം നേടുന്നു. അത് സ്വന്തം മനസ്സിനെ ജയിക്കുന്ന വിജയമാണ്. ആ വിജയമാണ് ആത്മീയ പരിണാമം. ആ യാത്രയിൽ ഗുരുവിന്റെ സാന്നിധ്യം ഒരു സഹായം മാത്രമല്ല, അതൊരു ദീപമാണ്, ഒരു ദിശയാണ്, ഒരു ജീവിതമാണ്. അച്ഛൻ വീണ്ടും ആ കുട്ടിയുടെ കൈപിടിച്ച് പതുക്കെ നടന്നു. മോനെ, ഒരു വിത്ത് വലിയ വൃക്ഷമാകുവാൻ സമയം വേണ്ടതുപോലെ മനുഷ്യന്റെ ആത്മാവിന് വളരാൻ സമയമുണ്ട്. എങ്ങനെ? കുട്ടി ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഓരോ ദിവസവും നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, സത്യം പറയുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, ദുഃഖിക്കുന്നവരെ ചേർത്തങ്ങ് പിടിക്കുമ്പോൾ, നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കുറച്ചുകൂടി പ്രകാശിക്കും. ആ പ്രകാശം കൂടിക്കൂടി വരുമ്പോൾ മനുഷ്യൻ സാധാരണ മനുഷ്യനായി മാത്രം നിൽക്കില്ല. അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. അതാണ് ദേവതുല്യമായ ജീവിതം. അപ്പോൾ അവൻ സത്യം അന്വേഷിക്കുവാൻ തുടങ്ങും. ജീവിതത്തിന്റെ അർത്ഥമെന്താണെന്ന് ചോദിക്കും. അങ്ങനെ അവൻ ഒരു ഋഷിയെപ്പോലെ പെരുമാറും. പിന്നീട് മനസ്സിനെ നിയന്ത്രിക്കുവാൻ പഠിക്കും, ആഗ്രഹങ്ങളെ അടക്കാൻ പഠിക്കും. അപ്പോൾ അവൻ സന്യാസിയുടെ പാതയിലേക്ക് കടക്കും.
അതിനുശേഷം ശരീരവും മനസ്സും ശ്വാസവും ഒരേ ദിശയിൽ ഏകാഗ്രമാക്കി ഉള്ളിലെ ദൈവത്തെ തേടും. അപ്പോൾ അവനൊരു യോഗിയാകും. അനുഭവങ്ങളിലൂടെ സത്യം നേരിട്ട് തിരിച്ചറിയുമ്പോൾ ജ്ഞാനിയാകും. ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കർമ്മയോഗിയാകും. സ്നേഹം മാത്രമാകും അവന്റെ ഭാഷ, സമർപ്പണം മാത്രമാകും അവന്റെ ജീവിതം. അപ്പോൾ അവനൊരു ഭക്തനാകും. അച്ഛന്റെ ശബ്ദം കൂടുതൽ ശാന്തമായി. ഒടുവിൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതനായി ജനന മരണങ്ങളുടെ ചക്രം പിന്നീട് പരമസത്യത്തിൽ ലയിക്കുമ്പോൾ അവനെയാണ് മുക്തനെന്ന് വിളിക്കുന്നത്. കുട്ടി നിശബ്ദനായി. അച്ഛൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, മോനെ, മനുഷ്യജീവിതം ഭക്ഷിക്കാനും ഉറങ്ങാനും ജീവിക്കാനും മാത്രമുള്ളതല്ല. ഓരോ മനുഷ്യനും ഒരു യാത്രക്കാരനാണ്. ആ യാത്ര ഭൂമിയിലൂടെ മാത്രമല്ല, ആത്മാവിലൂടെ സത്യത്തിലേക്ക്, ദൈവത്തിലേക്കാണ്. കുട്ടി വീണ്ടും ചോദിച്ചു, അച്ഛ, മുക്തനായാൽ പിന്നെ യാത്ര അവസാനിക്കുമോ? അച്ഛൻ മൃദുവായി ചിരിച്ചു. അല്ല മോനെ, അതിനുശേഷമാണ് ആത്മാവിന്റെ ഏറ്റവും മനോഹരമായ യാത്ര ആരംഭിക്കുന്നത്. എങ്ങനെ? ഒരു മല കയറുന്നവനെ ഓർക്കൂ. താഴെ നിന്ന് നോക്കുമ്പോൾ കൊടുമുടിയാണ് അവസാനമെന്ന് തോന്നും. പക്ഷേ കൊടുമുടിയിലെത്തുമ്പോഴാണ് അവൻ കാണുന്നത് അതിനപ്പുറവും വേറെയും ഉയരങ്ങളുണ്ട് എന്നത്. ആത്മീയ ജീവിതവും അങ്ങനെയാണ്. ആത്മാവ് കൂടുതൽ ശുദ്ധമാകുമ്പോൾ ദൈവസാന്നിധ്യം കൂടുതൽ വ്യക്തമായി അനുഭവിക്കുവാൻ തുടങ്ങും. പിന്നീട് ആ അനുഭവം കൂടുതൽ ആഴത്തിലാകും. പ്രകാശത്തിൽ നിന്നും കൂടുതൽ തിളക്കമുള്ള പ്രകാശത്തിലേക്ക്, സത്യത്തിൽ നിന്ന് അതീവ സത്യത്തിലേക്ക്. അങ്ങനെ മനുഷ്യവാക്കുകൾക്ക് പൂർണ്ണമായി വിവരിക്കാൻ കഴിയാത്ത ദിവ്യാനുഭവങ്ങളിലൂടെയാണ് ആത്മാവ് സഞ്ചരിക്കുന്നത്. കുട്ടി അത്ഭുതത്തോടെ കേട്ടിരുന്നു. അച്ഛൻ ഒരു നിമിഷം വീണ്ടും നിശബ്ദനായി. ശേഷം ചോദിച്ചു, പക്ഷെ മോനെ, ഇത്ര മനോഹരമായ യാത്രയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ അവിടെ എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? കുട്ടി തലകുലുക്കി. അച്ഛൻ പറഞ്ഞു, ഒരു പക്ഷിയെ സ്വർണ്ണക്കൂട്ടിലടച്ചാലും അത് പറക്കില്ലല്ലോ. അതുപോലെ നമ്മുടെ ആത്മാവിനെ പല അദൃശ്യ ചങ്ങലകൾ ബന്ധിച്ചിരിക്കുന്നു. മുൻ ജന്മങ്ങളിലെ കർമ്മങ്ങൾ, മനസ്സിന്റെ ആഴത്തിൽ പതിഞ്ഞ ശീലങ്ങൾ, അഹങ്കാരം, മോഹം, ക്രോധം, അസൂയ, ഭയം, ഇങ്ങനെ എത്രയോ ബന്ധനങ്ങൾ. ഇവ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ ആത്മാവിന്റെ യാത്രയെ തടഞ്ഞു നിർത്തും. കുട്ടി വീണ്ടും ചോദിച്ചു, അപ്പോ ആ ചങ്ങലകൾ ആരാണ് പൊട്ടിക്കുന്നത്? അച്ഛൻ സ്നേഹത്തോട് പറഞ്ഞു, മോനെ, ഈ ലോകത്ത് രണ്ട് ലോകങ്ങളുണ്ട്. ഒന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ലോകം, മറ്റൊന്ന് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മലോകം. കാണുന്ന ലോകത്തിലെ പ്രശ്നങ്ങൾ ബുദ്ധിയും പരിശ്രമവും കൊണ്ട് മനുഷ്യന് പരിഹരിക്കാം. പക്ഷേ കാണാത്ത ലോകത്തിലെ ബന്ധനങ്ങൾ സ്വന്തം ശക്തി കൊണ്ട് അഴിക്കാൻ മനുഷ്യന് എപ്പോഴും കഴിയില്ല. അവിടെയാണ് ഗുരുവിൻ്റെ കൈ പിടിക്കേണ്ടത്. ഇരുട്ടിൽ വഴിതെറ്റിയ കുഞ്ഞിൻ്റെ കൈപിടിച്ച് അച്ഛൻ നടത്തുന്നത് പോലെ ആത്മീയ യാത്രയിൽ ഗുരു ജീവനെ കൈപിടിച്ച് നടത്തും. ഗുരുകൃപ ദൈവാനുഗ്രഹത്തിലേക്കുള്ള വാതിലാണ്. ആ വാതിൽ തുറക്കുമ്പോൾ യാത്രക്കാരൻ മാത്രമായിരുന്ന മനുഷ്യൻ പ്രകാശമായി മാറുന്നു. കുഞ്ഞ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, അച്ഛ, ഗുരുവിൻ്റെ കൈ പിടിച്ച് നടന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞു? അച്ഛൻ ആകാശത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. മോനെ, ഒരു വിളക്ക് തെളിയിച്ചാൽ ഇരുട്ടുമാറും, പക്ഷെ സൂര്യോദയം അതിലും വലിയ അനുഭവമല്ല. അതുപോലെയാണ് ആത്മീയ യാത്ര. ആദ്യം ഒരു ചെറിയ വെളിച്ചം, പിന്നെ കൂടുതൽ പ്രകാശം. അങ്ങനെ പ്രകാശത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ആത്മാവ് ഉയർന്നുകൊണ്ടേയിരിക്കും. ആ യാത്രയിൽ ദൈവസാന്നിധ്യം കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടും. ഓരോ പടിയും കയറുമ്പോൾ മനസ്സ് കൂടുതൽ നിർമ്മലമാകും. ഓരോ ഉയരവും പിന്നിടുമ്പോൾ ആത്മാവ് കൂടുതൽ വിശാലമാകും. അച്ഛൻ ഒരു ചെറിയ കഥ പറഞ്ഞു. ഒരു ദിവസം ഒരു ചിത്രശലഭം കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം കണ്ടു. അതാണ് ലോകമെന്ന് കരുതി. പക്ഷേ ഒരു ദിവസം ജനൽ തുറന്നു, പുറത്തൊരു പൂന്തോട്ടം, അതിനപ്പുറം മലകൾ, ആകാശം, സൂര്യൻ. അപ്പോഴാണ് അതിന് മനസ്സിലായത്, ഞാൻ കണ്ടത് ലോകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതുമാണ് ജീവിതമെന്ന് കരുതുന്നു. പക്ഷേ ജീവിതത്തിന് മറ്റൊരു ലോകമുണ്ട്. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, കൈകൾക്ക് തൊടാൻ കഴിയാത്ത, എന്നാൽ സത്യമായ ഒരു സൂക്ഷ്മ ലോകം. അവിടെയാണ് നമ്മുടെ കർമ്മങ്ങളുടെ അടയാളങ്ങൾ, പൂർവജന്മങ്ങളുടെ സ്വാധീനങ്ങൾ, പിതൃബന്ധങ്ങൾ, ആരാധനയുടെ ശക്തി. മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വാസനകൾ,
ഒരു മീൻ വലയിൽ കുടുങ്ങിയാൽ എത്ര ശക്തിയായി പിടഞ്ഞാലും ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുപോലെ ആത്മാവും ചില അദൃശ്യ വലകളിൽ കുടുങ്ങിപ്പോകും. അഹങ്കാരം, മോഹം, ക്രോധം, അസൂയ, ഭയം, മുൻ ജന്മങ്ങളുടെ കർമ്മബന്ധങ്ങൾ ഇവയൊക്കെ ചേർന്ന് ആത്മാവിനെ പിടിച്ചു നിർത്തും. അപ്പോൾ ആ വല ആരാണ് മുറിക്കുന്നത് എന്ന് കുഞ്ഞ് ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, വഴിതെറ്റിയ ഒരാൾക്ക് ഒരു വിളക്ക് എത്ര വിലപ്പെട്ടതാണ്. സമുദ്രത്തിൽ ദിശയറിയാതെ ഒഴുകുന്ന ഒരു വഞ്ചിക്ക് ഒരു ദീപസ്തംഭം എത്ര അനിവാര്യമാണ്. അതുപോലെയാണ് ആത്മീയ യാത്രയിൽ ഗുരു വഴി കാണിച്ചു തരിക മാത്രമല്ല, ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഗുരുകൃപ ലഭിക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം ശക്തി കൊണ്ട് തുറക്കാനാവാത്ത വാതിലുകൾ തുറക്കുന്നു. ദൈവാനുഗ്രഹം ലഭിക്കുമ്പോൾ അദൃശ്യമായ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. അപ്പോൾ ആത്മാവ് വീണ്ടും ഉയരാൻ തുടങ്ങും. പ്രകാശത്തിൽ നിന്നും മഹാപ്രകാശത്തിലേക്ക്, സത്യത്തിൽ നിന്നും പരമസത്യത്തിലേക്ക്. അവസാനം തുള്ളിയായിരുന്ന ജീവൻ സമുദ്രത്തോട് ഒന്നാകുന്നത് പോലെ ആത്മാവ് പരമസത്യത്തിൽ ലയിക്കുന്നു. ഗുരു വലിയൊരു സത്യം പറഞ്ഞു തരുന്നുണ്ട്. ഈ ലോകത്ത് എട്ടുകാലിയുടെ വലയേക്കാൾ സൂക്ഷ്മമായ മറ്റൊരു വലയുണ്ട്. അതിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, കൈകൊണ്ട് തൊടാനും കഴിയില്ല. പക്ഷേ അത് മനുഷ്യനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. അപ്പോൾ കുട്ടി അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അതിൻ്റെ പേരെന്താണ്? അച്ഛൻ മൃദുവായി പറഞ്ഞു, ചെട്ടിയാൻ വല. അത് ഒരാളെ മാത്രം ചുറ്റിയിരിക്കുന്ന വലയല്ല, ഒരു കുടുംബത്തിൻ്റെ ഓർമ്മകൾ, ഒരു വംശത്തിൻ്റെ കർമ്മങ്ങൾ, പൂർവികരുടെ സ്വാധീനങ്ങൾ, ആരാധനയുടെ ശക്തി, മുൻജന്മങ്ങളുടെ അടയാളങ്ങൾ, ഇവയെല്ലാം ഇഴ ചേർത്ത് നെയ്തെടുത്ത ഒരു അദൃശ്യ വലയാണത്. അച്ഛൻ മരത്തിൽ തൂങ്ങിയിരിക്കുന്ന എട്ടുകാലി വലയിലേക്ക് വിരൽ ചൂണ്ടി. ഈ വല പൊട്ടിക്കാൻ കൈമതി, പക്ഷേ ചെട്ടിയാൻ വല പൊട്ടിക്കാൻ കൈയുടെ ശക്തി പോരാ. കാരണം അത് നൂലുകൊണ്ട് നെയ്ത വലയല്ല, കർമ്മങ്ങൾ കൊണ്ട് നെയ്ത വലയാണ്. കുഞ്ഞു വീണ്ടും ചോദിച്ചു, അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അച്ഛൻ്റെ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇരുണ്ട മുറിയിൽ കുടുങ്ങിയ ഒരാൾക്ക് വാതിൽ എവിടെയെന്നറിയില്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാൾ വാതിൽ തുറന്നു കൊടുത്താൽ ഒരു നിമിഷം മതി അയാൾ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വരും. ആ വാതിൽ തുറക്കുന്നവനാണ് ഗുരു. ഗുരുവിൻ്റെ കൃപ ലഭിക്കുമ്പോൾ കണ്ണുകൾക്ക് കാണാനാവാത്ത ആ ബന്ധനങ്ങൾ പതിയെ അഴിയാൻ തുടങ്ങും. അപ്പോൾ മാത്രമാണ് ആത്മാവ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. കുട്ടി വീണ്ടും ചോദിച്ചു, അച്ഛ, മുക്തനായാൽ പിന്നെ യാത്ര അവസാനിക്കുമോ? അച്ഛൻ മൃദുവായി ചിരിച്ചു, അല്ല മോനെ, അതിനുശേഷമാണ് ആത്മാവിൻ്റെ ഏറ്റവും മനോഹരമായ യാത്ര ആരംഭിക്കുന്നത്. ആത്മാവ് കൂടുതൽ ശുദ്ധമാകുമ്പോൾ ദൈവസാന്നിധ്യം കൂടുതൽ വ്യക്തമായി അനുഭവിക്കുവാൻ തുടങ്ങും. പിന്നീട് ആ അനുഭവം കൂടുതൽ ആഴത്തിലാകും. പ്രകാശത്തിൽ നിന്നും കൂടുതൽ തിളക്കമുള്ള പ്രകാശത്തിലേക്ക്, സത്യത്തിൽ നിന്ന് അതീവ സത്യത്തിലേക്ക്. അങ്ങനെ മനുഷ്യവാക്കുകൾക്ക് പൂർണ്ണമായി വിവരിക്കാൻ കഴിയാത്ത ദിവ്യ അനുഭവങ്ങളിലൂടെയാണ് ആത്മാവ് സഞ്ചരിക്കുന്നത്. അച്ഛ, ഗുരു ഒരാളെ കൈപിടിച്ചുയർത്തിയാൽ അയാൾ മാത്രം രക്ഷപ്പെടുമോ? അച്ഛൻ അടുത്ത് കിടന്ന ഒരു മീൻ വലയെടുത്തു. ഇത് നോക്കുമോനെ. അദ്ദേഹം ആ വലയുടെ ഒരു കണ്ണിയിൽ വിരൽ കൊളുത്തി പതിയെ മുകളിലേക്ക് ഉയർത്തി. കുഞ്ഞ് അത്ഭുതത്തോടെ നോക്കി. ഒരു കണ്ണി ഉയർന്നപ്പോൾ അതിൻ്റെ കൂടെ തൊട്ടടുത്ത കണ്ണികളെല്ലാം ഉയരുന്നു. പിന്നെ അതിനോട് ചേർന്നിരുന്ന മറ്റുള്ളവയെ. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വല മുഴുവനും നിലത്തുനിന്ന് ഉയർന്നു. അച്ഛൻ ചോദിച്ചു, ഞാൻ ഉയർത്തിയത് ഒരു കണ്ണിയെ മാത്രമല്ലേ? അതെ. പിന്നെ വല മുഴുവൻ എന്തുകൊണ്ടാണ് ഉയർന്നത്? കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവയെല്ലാം തമ്മിൽ ബന്ധിച്ച് കിടക്കുകയല്ലേ അച്ഛൻ. അച്ഛൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അതുതന്നെയാണ് ഗുരു പറഞ്ഞ വലിയ സത്യം. മനുഷ്യനും ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു വലിയ ആത്മീയ വലയിലെ ഓരോ കണ്ണികളാണ്. ആ വലയിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, പൂർവികരുണ്ട്, വംശപരമ്പരയുണ്ട്, ഗോത്ര പരമ്പരയുണ്ട്, ആരാധനയുടെ ശക്തിയുണ്ട്. എല്ലാവരും പരസ്പരം അദൃശ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞ് മിണ്ടാതെ കേട്ടു. അച്ഛൻ വീണ്ടും പറഞ്ഞു, അതുകൊണ്ടാണ് ഒരു ജീവൻ ഗുരുചരണങ്ങളിൽ പൂർണ്ണമായി ശരണാഗതി പ്രാപിക്കുമ്പോൾ ഗുരു അവനെ മാത്രം ഉയർത്തുന്നില്ല. ആ ഒരു കണ്ണിയിൽ ഗുരു കൈവെക്കുമ്പോൾ ആ പ്രകാശം അതിനോട് ചേർന്നിരിക്കുന്ന എല്ലാ കണ്ണികളിലേക്കും പതിയെ പടരാൻ തുടങ്ങും. ഒരു വിളക്ക് തെളിയിച്ചാൽ അതിൻ്റെ വെളിച്ചം ഒരു മുറിയിൽ മാത്രം നിൽക്കുകയില്ലല്ലോ. ചുറ്റുമുള്ള ഇരുട്ടിനെയും അതകറ്റും.
അതുപോലെയാണ് ഗുരുകൃപയും. ഒരു മനുഷ്യന്റെ ആത്മീയ ഉയർച്ച അവന്റെ മാത്രം നേട്ടമല്ല, അത് അവനോട് ചേർന്നിരിക്കുന്ന ഒരു പരമ്പരയുടെ ഉണർവാണ്, ഒരു വംശത്തിന്റെ അനുഗ്രഹമാണ്, ഒരു കുടുംബത്തിന്റെ പ്രത്യാശയാണ്. കുട്ടിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, അതുകൊണ്ടാണ് ഗുരു ഒരാളെ കാണുമ്പോൾ ആ ഒരാളെ മാത്രം കാണാത്തത്. ഗുരുവിലൂടെ ഉയരാൻ കാത്തിരിക്കുന്ന ഒരു വലിയ പരമ്പരയെ മുഴുവനായിട്ടാണ് ഗുരു കാണുന്നത്. അച്ഛാ, ഗുരു ഒരാളെ ഉയർത്തുമ്പോൾ ആ മനുഷ്യനൊപ്പം മറ്റോരൊക്കെയാണ് ഉയരുന്നത്. അച്ഛൻ അടുത്തുണ്ടായിരുന്ന വലിയ ആൽമരത്തിലേക്ക് വിരൽ ചൂണ്ടി, മോനെ, ഈ ആൽമരം നീ നോക്കൂ. നമ്മൾ കാണുന്നത് തണ്ടും ശാഖകളും ഇലകളുമാണ്, പക്ഷേ ഈ മരം നിൽക്കുന്നത് കാണാനാവാത്ത വേരുകളിലല്ലേ? അതെ അച്ഛ. ഒരു ദിവസം ഈ മരത്തിന്റെ വേരിലേക്ക് നല്ല വെള്ളം ഒഴിച്ചാൽ വെള്ളം വേരിൽ മാത്രം നിൽക്കുമോ? ഇല്ല, അത് ഓരോ ശാഖയിലേക്കും ഓരോ ഇലയിലേക്കും എത്തും. അച്ഛൻ പുഞ്ചിരിച്ചു, മോനെ, ആത്മീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഗുരു പറയുന്നത് നമ്മുടെ ജീവിതത്തിന് പിന്നിൽ കാണാനാവാത്ത ഒരു വലിയ ആത്മീയ പരമ്പരയുണ്ടെന്നാണ്. ആദ്യം ആരാധനാമൂർത്തികളുടെ അനുഗ്രഹധാര ഗുരുസങ്കല്പത്തിലേക്ക് ഒഴുകി വരും. പിന്നീട് അവരോടൊപ്പം ബന്ധപ്പെട്ടിരിക്കുന്ന പിതൃക്കളും ആ പ്രകാശത്തിലേക്ക് ഉയർന്നു വരും. അങ്ങനെ തലമുറകളായി കെട്ടിക്കിടന്നിരുന്ന സൂക്ഷ്മ ബന്ധനങ്ങൾ പതിയെ അഴിഞ്ഞു തുടങ്ങും. അച്ഛൻ കുട്ടിയുടെ കൈപിടിച്ച് മൃദുവായി പറഞ്ഞു, അതുകൊണ്ടാണ് ഗുരു ഒരു വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ ഒരു ജീവിതത്തെ മാത്രമല്ല, ആ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന ഒരു ആത്മീയ പരമ്പരയെയും തൻ്റെ കരുണയുടെ തണലിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. കുട്ടി നിശബ്ദനായി. അവൻ്റെ കണ്ണുകൾ ഗുരുവിൻ്റെ ചിത്രത്തിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി, ഗുരു ഒരാളുടെ മാത്രം വഴികാട്ടിയല്ല, തലമുറകളുടെ യാത്രയെ പ്രകാശിപ്പിക്കുന്ന ദിവ്യദീപമാണ്. കുട്ടി കുറച്ചു നേരം മൗനമായി നടന്നു. പിന്നെ പതിയെ ചോദിച്ചു, അച്ഛ, ഗുരു ഇത്രയും വലിയ കാരുണ്യം മനുഷ്യൻ എങ്ങനെ നൽകുന്നു? അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കൈപിടിച്ച് നടത്താൻ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ ആത്മാവിനെയും കൈപിടിച്ച് പ്രകാശത്തിലേക്ക് നടത്താനാണ് ഗുരു ഒരു വിശുദ്ധ മാർഗം നൽകിയത്. ആ മാർഗത്തിൻ്റെ പേരാണ് ഗുരുപൂജ. അപ്പോൾ കുഞ്ഞു ചോദിച്ചു, ഗുരുപൂജ എന്നാൽ പൂജ മാത്രമാണോ? അല്ല മോനെ, ഗുരുപൂജ പൂക്കൾ മാത്രം അർപ്പിക്കുന്ന ഒരു ചടങ്ങല്ല, അത് ഗുരുവിൻ്റെ തിരിചരണങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും പൂർവികരും വംശപരമ്പരയും ആരാധനാ പരമ്പരയും എല്ലാവരെയും ഗുരുവിൻ്റെ കരുണയിലേൽപ്പിക്കുന്ന ഒരു ദിവ്യ സങ്കല്പമാണ്. അതാണ് ഗുരുപൂജ. അച്ഛനൊരു നദിയിലേക്ക് വിരൽ ചൂണ്ടി. ഒരു ചെറിയ തോട് നദിയോട് ചേരുമ്പോൾ അതിന് കടലിലെത്താനുള്ള വഴി തുറക്കുന്നു. അതുപോലെ ഗുരുപൂജയിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതം ഗുരുവിനോട് ചേരുന്നു. ഗുരുവിലൂടെ അവൻ്റെ ആത്മാവ് പരമസത്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. കുട്ടി ശാന്തമായി കേട്ടുകൊണ്ടേയിരുന്നു. അച്ഛൻ അവസാനം പറഞ്ഞു, മോനെ, മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം ധനമോ പ്രശസ്തിയോ അല്ല, അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഗുരുവിനെ കണ്ടെത്തുന്നതാണ്. ഏറ്റവും വലിയ സമ്പത്താണത്, അത് ഗുരുകൃപയാണ്. ഏറ്റവും വലിയ യാത്ര ഗുരുവിൻ്റെ കൈപിടിച്ച് പരമസത്യത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയുടെ ആദ്യ പടിയാണെന്ന് ഗുരുപൂജ. കുഞ്ഞ് ആകാശത്തിലേക്ക് നോക്കി. അവൻ്റെ മനസ്സിൽ ഒരു പുതിയ പ്രകാശം ഉദിച്ചു. ആ ദിവസം അവന് മനസ്സിലായി, ഗുരുപൂജ ഒരു ആചാരമല്ല, ഗുരുവിൻ്റെ കൈപിടിച്ച് അനന്ത പ്രകാശത്തിലേക്കുള്ള ജീവിതയാത്രയുടെ തുടക്കമാണ്. കുഞ്ഞ് അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ച് ഒരു ചോദ്യവും കൂടി ചോദിച്ചു, അച്ഛ, ഈ ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ യാത്ര അന്നാണോ തുടങ്ങുന്നത്? അച്ഛൻ സ്നേഹത്തോടെ കുഞ്ഞിനെ നോക്കി, അല്ല മോനെ, ഒരു വിത്ത് മണ്ണിൽ വീഴുന്നതിന് മുമ്പേ കർഷകൻ നിലമൊരുക്കും. നിലം നല്ലതാണെങ്കിൽ വിത്ത് ആരോഗ്യമുള്ള ചെടിയായി വളരും. അതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അതിന് ജനിക്കാനുള്ള ആത്മീയ ഭൂമി ഒരുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. കുഞ്ഞ് ശ്രദ്ധയോടെ കേട്ടു. അച്ഛൻ തുടർന്നു, അതുകൊണ്ടാണ് ശാന്തിഗിരിയിൽ ഗുരുപൂജയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. ഗുരുപൂജ എന്നത് ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ഹൃദയം ഗുരുവിന് സമർപ്പിക്കുന്ന നിമിഷമാണ്. ആ സമർപ്പണത്തിൽ പൂർവികരുടെ അനുഗ്രഹവും
ദേവപരമ്പരയുടെ ശക്തിയും ഋഷിമാരുടെ ജ്ഞാനവും ഗുരുപരമ്പരയുടെ കൃപയും ഒരു പ്രകാശധാരയായി ആ കുടുംബത്തിലേക്ക് ഒഴുകി വരുന്നു. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതൊരു പുതിയ ശരീരം മാത്രം ജനിക്കുന്നതല്ല, ഒരു പുതിയ പ്രതീക്ഷയാണ് ജനിക്കുന്നത്, ഒരു പുതിയ പ്രകാശമാണ് ജനിക്കുന്നത്. അച്ഛൻ കുഞ്ഞിൻ്റെ കയ്യിൽ സ്നേഹത്തോടെ കൈവച്ചു. മോനെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്വത്തും വീടും വിദ്യാഭ്യാസവും നൽകാൻ ശ്രമിക്കുന്നു. അതെല്ലാം നല്ലതാണ്. പക്ഷേ അതിലും വലിയൊരു സമ്മാനം അവർക്ക് നൽകാനുണ്ട്, ഗുരുകൃപ നിറഞ്ഞ ഒരു ജീവിത അന്തരീക്ഷം. ആ അനുഗ്രഹത്തിലാണ് നല്ല മനുഷ്യർ വളരുന്നത്. അവരിലാണ് നല്ല കുടുംബങ്ങൾ വിരിയുന്നത്. നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല സമൂഹം രൂപപ്പെടുന്നത്. നല്ല സമൂഹത്തിലൂടെയാണ് ലോകം കൂടുതൽ സ്നേഹവും സമാധാനവും നിറഞ്ഞതാകുന്നത്. കുഞ്ഞാകാശത്തിലേക്ക് നോക്കി. അവിടെ ആദ്യത്തെ നക്ഷത്രം തെളിഞ്ഞിരുന്നു. അവൻ പുഞ്ചിരിച്ചു. ആ ദിവസം അവൻ മനസ്സിലാക്കി, ഓരോ കുഞ്ഞും ഒരു കുടുംബത്തിൻ്റെ ഭാവി മാത്രമല്ല, ഗുരുകൃപയിൽ വളർന്നാൽ ലോകത്തിൻ്റെ ഭാവി കൂടിയാണ്. അതാണ് ശാന്തിഗിരി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ജീവിത പാഠം.